വിജ്ഞാനം പ്രജ്ഞാനം വ്യത്യാസം പറയുമോ? വിജ്ഞാനം സാധാരണ സംസ്കൃത ഭാഷയിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാദി വസ്തുബോധവും വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിവിധ വസ്തുബോധവുമാണ്. വിവിധങ്ങളായ വിശിഷ്ടങ്ങളായ വസ്തുക്കളെക്കുറിച്ചുള്ള സാങ്കേതിക ജ്ഞാനമൊക്കെ വിജ്ഞാനമാണ്. എന്നാൽ വേദാന്ത ശാസ്ത്രത്തിൽ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാ സംശയങ്ങളും നീങ്ങിയ സാക്ഷാത്കാരജനിതമായ സ്വാനുഭവമായ ജ്ഞാനത്തിനാണ് വേദാന്തത്തിൽ വിജ്ഞാനം എന്ന് പറയുക. സാമാന്യ ഭാഷയിൽ പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രകൃഷ്ടമായ ജ്ഞാനമാണ്. എന്നാൽ വേദാന്തത്തിൽ പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ജീവാത്മാവാണ്. അങ്ങനെയാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം വരുന്നത്. ഇത് സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കണം. പ്രജ്ഞാനവും പ്രജ്ഞയും ഒന്നു തന്നെ എന്നാണ് ഇന്റർനെറ്റ് സെർച്ചിൽ വെളിപ്പെടുന്നത്. അല്ല, പ്രജ്ഞ വേറെയാണ്, പ്രജ്ഞാനം വേറെയാണ്. പ്രകൃഷ്ടമായ ജ്ഞാനം നമ്മുടെ അന്ധക്കരണമാകുന്ന ഉപാധിയിലൂടെ പ്രകടമാകുമ്പോഴാണ് പ്രജ്ഞയാവുന്നത്. പ്രകടമായാലും ഇല്ലെങ്കിലും പ്രജ്ഞാനമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അന്ധക്കരണ ഉപാധിയിലൂടെ പ്രകടമാകുമ്പോഴേ അതിന് പ്രജ്ഞ എന്ന് പറയുള്ളൂ. ഒരാൾ ബോധം കെട്ട് കിടക്കാൻ നമ്മൾ പറയാം അയാൾക്ക് പ്രജ്ഞ ഇല്ല പറയും. അയാൾക്ക് പ്രജ്ഞാനം ഇല്ല എന്ന് പറയരുത്, പ്രജ്ഞാനം ഉള്ളിലുണ്ട്. ഒരു ശവത്തെ നോക്കിയിട്ട് നമുക്ക് പറയാം അയാൾക്ക് പ്രജ്ഞാനവും ഇല്ല പ്രജ്ഞയില്ല. ശരിയാ, വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.